ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിഷ്യലി നമ്മൾ എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് ടേൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം സ്പെസിഫിക് ആയിട്ട് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ഇനി നമ്മൾ ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ലോ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതനുസരിച്ച് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ ഫിക്സഡ് ഫാക്ടറിന്റെയും അതുപോലെ തന്നെ വേരിയബിൾ ഫാക്ടറിന്റെയും പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ലോങ് ടേൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, എല്ലാം വേരിയബിൾ ഫാക്ടർ മാത്രമായിരിക്കും. അപ്പൊ ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ എന്താണുള്ള പോസിബിലിറ്റി, അവിടെ വേരിയബിൾ ഫാക്ടറിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ടിനെ ഒരു പരിധി വരെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുക. അപ്പം ഇവിടെ ഫിക്സഡ് ഫാക്ടേഴ്സിനെ എല്ലായ്പ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇവിടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എല്ലാ വേരിയബിൾ എക്സെപ്റ്റ് വൺ വേരിയബിൾ, എല്ലാ വേരിയബിളിനെയും നമ്മൾ ഫിക്സഡ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ബാക്കി ഒരു വേരിയബിളിനെ നമ്മൾ വേരിയബിൾ ആയി, ഒരു ഫാക്ടറിനെ നമ്മൾ വേരിയബിൾ ഫാക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ മേ ബി ഒരു 5 or 6 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതിലെന്താണ്, കൂടുതലും ഫാക്ടേഴ്സ് ഫിക്സഡ് ആണ്, ഒരെണ്ണം വേരിയബിൾ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ അവിടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടുത്തെ ആകെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ വേരിയബിൾ ഫാക്ടറിനെ റൈസ് ചെയ്തുകൊണ്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്ത് തന്നെ, ആക്ച്വലി ഇത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നെയല്ലേ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ കണ്ടീഷൻ ഉള്ളത് ബോത്ത് ഫിക്സഡ് ഫാക്ടറും വേരിയബിൾ ഫാക്ടറും വേണം എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരെണ്ണം വേരിയബിൾ ഫാക്ടർ ആണ്, ബാക്കിയെല്ലാം ഫിക്സഡ് ഫാക്ടർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു വേരിയബിൾ ഫാക്ടറിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ബാക്കി ഫാക്ടേഴ്സിനെ എല്ലാം ഫിക്സഡ് ആയിട്ട് വെച്ചതുകൊണ്ട് നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് റൈസ് ചെയ്യാൻ ശ്രമിക്കും. അവിടെ ഉണ്ടാകുന്ന 3 സ്റ്റേജസിനെ കുറിച്ചാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന പേര് വരുന്നതെന്ന് അല്ലെ. അതായത് ഇവിടെ ഈ 2 ഫാക്ടേഴ്സും ഫിക്സഡ് ഫാക്ടറും വേരിയബിൾ ഫാക്ടറും തമ്മിലുള്ള ഈ ഒരു പ്രപ്പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഫിക്സഡ് ഫാക്ടർ കോൺസ്റ്റന്റ് ആണ്, വേരിയബിളിനെ നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതുകൊണ്ട് ഇങ്ങനെ വേരിയബിൾ ഫാക്ടറിനെ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന 3 സ്റ്റേജസിനെ, ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിൻ പ്രൊഡക്റ്റ്, ഇങ്ങനെയുള്ള ഈ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ദിസ് ലോ എക്സാമിൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് one factor variable keeping the quantity for other factors fixed. In other words, it refers to the input-output relation when output is increased by varying the quantity of one input. When the quantity of one factor is increased, keeping the quantity of the other factors constant, the proportion between the variable factor and fixed factor is altered. The ratio of employment of the variable factor to that of the fixed goes on increasing as the quantity of the variable factor is also increases. Since under this law we study the effect on output of the variation in the factor proportion, this is known as the law of variable proportion. Since according to this law, when one factor increases, other factor held constant, after a point marginal return to variable factor diminishes. This is also called law of diminishing returns. അപ്പം ഇവിടെ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത് എന്താ, നമ്മൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെ ഫിക്സഡ് ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ഫാക്ടറിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം അത് എന്ത് സംഭവിക്കും, ഈ വേരിയബിൾ ഫാക്ടറിന്റെ മാർജിനൽ റിട്ടേൺ എന്ത് ചെയ്യും, ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഇതിനെ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് നമ്മൾ വിളിക്കാറാണ്. അപ്പം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നു, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലോയുടെ സ്പെസിഫിക് ആയിട്ടുള്ള assumptions നോക്കാം. First one, the state of technology is assumed to be given and unchanged. If there is improvement in the technology, then marginal and average product may rise instead of diminishing. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ടെക്നോളജി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതായത് ടെക്നോളജിക്കൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ
ഇവിടെ ഈ ലോയിൽ പറയാൻ പോകുന്ന രീതിയിൽ ഈ മാർജിനൽ റിട്ടേൺസ് ഡിമിനിഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ടെക്നോളജിക്കൽ ചേഞ്ച് എന്ത് ചെയ്യാം, ഈ മാർജിനൽ റിട്ടേൺസിനെയും ആവറേജ് റിട്ടേൺസിനെയും ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ടെക്നോളജിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ, there must be some other input such as capital must be kept fixed. അപ്പൊ ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത് നമ്മൾ ഏതെങ്കിലും ഫാക്ടേഴ്സ് എന്തായിരിക്കണം, അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സിനെ ഫിക്സഡ് ആയിട്ട് വെക്കണം. അതായത് ഇത് ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കണം. അവിടെ ഫിക്സഡ് ഫാക്ടറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഈ മാർജിനൽ റിട്ടേൺസിൽ ഡിമിനിഷ് സംഭവിക്കുക. എല്ലാം വേരിയബിൾ ഫാക്ടർ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നടക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ഈ മാർജിനൽ റിട്ടേൺസ് ഡിമിനിഷ് ചെയ്യുന്ന കണ്ടീഷൻ വരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഫസ്റ്റ് വൺ ഏതാണ്, ടെക്നോളജി കോൺസ്റ്റന്റ് ആയിരിക്കണം, അൺചേഞ്ച്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സ് എന്തായിരിക്കണം, ഫിക്സഡ് ആയിരിക്കണം. ഇറ്റ് ഈസ് ഓൺലി ഇൻ ദിസ് വേ then that we are able to measure the changes in the output caused by increase in a variable factor that we can alter the factor proportion and note its effect on output. This law does not apply in case all factors are proportionally varied. Behavior of the output as a result of the variation in all input is discussed under return to scale. അപ്പോൾ നമ്മൾ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഈ റിട്ടേൺ ടു സ്കെയിൽ പഠിക്കുക. അപ്പം എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണെങ്കിൽ അതെന്തായിരിക്കും, ഈ സിറ്റുവേഷനിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ ലോ ഓഫ് റിട്ടേൺസിലാണ്, റിട്ടേൺ ടു സ്കെയിലിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം വേരിയബിൾ ഫാക്ടറും ബാക്കിയെല്ലാം ഫിക്സഡ് ഫാക്ടറും ആണെങ്കിലാണ് ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. The law is relevant when the proportion of factors can be varied to produce output. It does not apply in case where factors must be used to fixed proportion to produce the output. അപ്പം എല്ലാ ഫാക്ടേഴ്സിനും ഒരു ഫിക്സഡ് പ്രപ്പോർഷണൽ ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഈ ലോ എന്തല്ല, ആപ്ലിക്കബിൾ അല്ല. നമ്മുടെ ഇവിടുത്തെ എന്താണ്, ഈ പ്രപ്പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഫാക്ടർ കോൺസ്റ്റന്റ് ആണ്, വേരിയബിൾ ഫാക്ടറിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രപ്പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്താലാണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നടത്തുക. അല്ലാതെ ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഈ ലോ ആപ്ലിക്കബിൾ അല്ല. അപ്പം ഇവിടെ നമ്മൾ ഇനി 3 സ്റ്റേജസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന ഈ വേരിയബിൾ ഫാക്ടറിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഫിക്സഡ് ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഔട്ട്പുട്ടിനെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന 3 സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദ ബിഹേവിയർ ഓഫ് ദി ഔട്ട്പുട്ട് when the varying quantity of one factor in combined with the fixed quantity of the other can be divided into 3 distinct stages. In order to understand these 3 stages, it is better to graphically illustrate the production function with one factor variable. അപ്പം ഈ പറയുന്ന ഒരു കണ്ടീഷനിൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടാകുന്ന 3 സ്റ്റേജസിനെയാണ് ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇതിനെ ഡിസ്കസ് ചെയ്യാം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷമുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ വായിക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന 0-ൽ നിന്ന് ഈ തന്നിരിക്കുന്ന ഈ പോയിന്റ് വരെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് വിളിക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഈ ആരോ മാർക്കാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ ഫസ്റ്റ് ഈ സ്റ്റേജസ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ ആക്ച്വലി ഈ ടോട്ടൽ പ്രൊഡക്റ്റ് കർവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കുക, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുക. അതായത് നിങ്ങൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെ ഫിക്സഡ് ആയിട്ട് വെച്ചുകൊണ്ട് വേരിയബിൾ ഫാക്ടറിനെ റൈസ് ചെയ്യുമ്പോൾ ഇനിഷ്യലി എന്ത് സംഭവിക്കും, ഇനിഷ്യലി ടോട്ടൽ പ്രൊഡക്റ്റ് റൈസ് ചെയ്യും, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. ആ റൈസ് ചെയ്യുന്ന പോർഷൻ ആണ്, അതായത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഈ കർവ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റേജിലെ പ്രത്യേകത എന്താ, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് ആണ്. ഇനി ടോട്ടൽ പ്രൊഡക്റ്റിന്റെ സ്ലോപ്പിലേക്ക് നമുക്ക് വരാം. അപ്പം ഇവിടുത്തെ മാർജിൻ പ്രൊഡക്റ്റിനും ആവറേജ് പ്രൊഡക്റ്റിനും എന്താ സംഭവിക്കുക എന്നുള്ളതോടെ നമുക്ക് നോക്കിയിട്ട് ആ സ്ലോപ്പിലേക്ക് വരാം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ, മാർജിനൽ പ്രൊഡക്റ്റിന്റെ കർവ് കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന കർവ് MP എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന മാർജിനൽ പ്രൊഡക്റ്റും AP എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ആവറേജ് പ്രൊഡക്റ്റും. അപ്പം ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റും റൈസിംഗ് ആണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം, അതിലേക്ക് വരാം. പക്ഷെ ഇവിടെ ജനറലി ആദ്യം മനസ്സിലാക്കേണ്ടത് ടോട്ടൽ പ്രൊഡക്റ്റും TP എന്ന് പറയുന്ന ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റ് MP, AP ഇത് മൂന്നും എന്ത് ചെയ്യാണ്, റൈസ് ചെയ്യുവാണ് ഇനിഷ്യൽ കേസിൽ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് തന്നിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ 0-ൽ നിന്ന് B വരെയുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ 0-ൽ നിന്ന് ഏതാണ് S വരെയുള്ള ഈ പോയിന്റ് വരെയാണ് ഏത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് വിളിക്കുക. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് B-ൽ നിന്ന് H വരെയുള്ള പോയിന്റ് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ S-ൽ നിന്ന് ഈ M വരെയുള്ള പോയിന്റിനെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് വിളിക്കുക. H-ൽ നിന്ന് അതിനുശേഷമുള്ളതാണ് തേർഡ് സ്റ്റേജ് വിളിക്കുക.
അപ്പൊ ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് വരികയാണ്. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേജിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ഇവിടെ നോക്കുക, ഈ കർവിന് എന്താ സംഭവം? ഈ കർവ് ഇനിഷ്യലി ഭയങ്കര സ്റ്റീപ്പർ ആയിക്കൊണ്ടിരിക്കുക അല്ലെ, സ്റ്റീപ്പർ ആയിക്കൊണ്ടിരിക്കുക. ഇനിഷ്യലി ടി പി എന്ന് പറയുന്ന കർവ് ഇനിഷ്യലി സ്റ്റീപ്പർ ആവുന്നു, അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, അത് ഒരു കോൺകേവ് ഷേപ്പ് വരാൻ മതി. അതായത് ഇവിടെ എന്താണ്, ഇതിന്റെ സ്ലോപ്പ് റൈസ് ചെയ്യാണ്, സ്ലോപ്പ് കൂടുവാണ് ഇനിഷ്യലി. ഈ എഫ് എന്ന് പറയുന്ന പോയിന്റിന് ശേഷം അതെന്താണ്, കോൺകേവ് ആകാൻ പോകും. അതായത് സ്ലോപ്പ് ഫ്ലാറ്റൻ ആകാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആകാൻ തുടങ്ങുവാണ് കർവ്. അപ്പം ഇനിഷ്യലി അത് ഇൻക്രീസ് ചെയ്യുന്ന എന്താണ്, ഇൻക്രീസിങ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാ. ടോട്ടൽ പ്രൊഡക്റ്റ് കർവിന് ഇനിഷ്യലി എന്താണ്, ഇൻക്രീസിങ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ് എന്നാ പറയാ. അപ്പം ഈ എഫ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷന്റെ പ്രത്യേകത എന്താ, ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് സ്റ്റിൽ എഫ് വരെ, ഈ എഫ് എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റ് വരെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്, ഇൻക്രീസിങ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ് ആണ്. ഇൻക്രീസിങ് അതായത് ഒരു സ്റ്റീപ്പർ ആയിക്കൊണ്ടിരിക്കുക കർവ് സ്റ്റീപ്പർ ആയി. അതുകൊണ്ടാണ് അതിനെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. അതായത് ഇവിടെ ഈ പർട്ടിക്കുലർ പോയിന്റ് വരെ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ് ആണ്. പക്ഷെ ഈ എഫിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ആ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് തന്നെ അല്ല, മേളിലോട്ട് തന്നെ അത് പോകുന്നത്, പക്ഷെ അതിന്റെ സ്ലോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ആ സ്ലോപ്പ് ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് എന്ന് പറയാം. ആ സ്ലോപ്പ് കുറയുന്നുണ്ട്. കൂടുക തന്നെയാണ് ചെയ്യുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ്, പക്ഷെ അതിന്റെ ആ കൂടുന്ന റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നേരത്തെ 10, 20, 30, 40 എന്ന് പറഞ്ഞ ഇരട്ടി ആയിക്കൊണ്ടിരുന്ന സാധനം ഇപ്പൊ ഇരട്ടി ആവില്ല, അതിന് താഴെ കൂടിക്കൊണ്ടിരിക്കുന്നു. 10 ചിലപ്പോൾ 12 ആവുന്നു, 13 ആവുന്നു. അപ്പൊ അതാണ് ആ ഈ റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ എഫിന് ശേഷം. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേജിലാണ് ഇത് രണ്ടും സംഭവിക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിന്റെ ഏകദേശം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആവുമ്പം ഇവിടെ എന്താണ്, ഈ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ് ചെയ്യുന്ന ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ, ഈ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് അല്ലെങ്കിൽ ടി പിയുടെ കർവ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസിങ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ് ചെയ്യുന്ന ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ആ പോയിന്റിന്റെ പ്രത്യേകത, വേറെ പ്രത്യേകത എന്താ, ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, റൈസിംഗ് ആണ്. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് ഹയസ്റ്റ് ആകുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനോട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഡിയിലാണ് മാർജിനൽ പ്രൊഡക്റ്റ് ഹയസ്റ്റ് ആകുന്നത്. അതിനുശേഷം മാർജിൻ പ്രൊഡക്റ്റ് ഫോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ. ഇനി ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്, ആവറേജ് പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിന്റെ എൻഡിലാണ് ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, ഹയസ്റ്റ് ആകുന്നത്. ആവറേജ് പ്രൊഡക്റ്റ് ഹയസ്റ്റ് ആകുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേജിലെ പ്രത്യേകത ഒന്നെന്താണ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് ആണ്. അവിടെ തന്നെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരിക. ഇനി ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് ആണ്, മാർജിൻ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് ആണ്, ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്, ഇൻക്രീസിങ് ആണ്. അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാർജിൻ പ്രൊഡക്റ്റിന് താഴെയാണ് ഫസ്റ്റ് സ്റ്റേജ് വരെ. ഇത്രയും പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റേജിൽ അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകത ടി പി ഇൻക്രീസിംഗ് ആണ്, എം പി ഇൻക്രീസിംഗ് ആണ്, എ പി ഇൻക്രീസിംഗ് ആണ്. ടി പി ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ് ചെയ്യുന്ന ഇൻക്രീസിംഗ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റിലേക്ക് പോകുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ്, അല്ലെങ്കിൽ ആ ചേഞ്ച് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ഇത് ഫസ്റ്റ് സ്റ്റേജിനുള്ളിൽ തന്നെയാണ് വരിക. രണ്ടാമത്തതാണ് ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ തന്നെയാണ് മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നത്. ഇനി അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നത് ഫസ്റ്റ് സ്റ്റേജിന്റെ എൻഡിലാണ്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ എന്താ സംഭവിക്കുക, സെക്കൻഡ് സ്റ്റേജിലും എഗെയിൻ ടി പി എന്ത് ചെയ്യുന്നത് തന്നെയാണ്, ടി പി ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് തന്നെയാണ്, പക്ഷെ ഡിമിനിഷിംഗ് റേറ്റിലാണ് സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നത്, ഈ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേജിലും ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേജിന്റെ ലാസ്റ്റ് എച്ച് എന്ന് പറയുന്ന പോയിന്റ് എന്താ കാണിക്കുക, ഈ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്ന പോയിന്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇവിടെ എച്ച് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അത് എപ്പോഴാണ്, ആക്ച്വലി ഈ സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിലാണ്. സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിലാണ് എന്ന് കാണിക്കുക. ഇനി ആവറേജ് പ്രൊഡക്റ്റും മാർജിൻ പ്രൊഡക്റ്റും എന്താ സംഭവിക്കുക, മാർജിൻ പ്രൊഡക്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവറേജ് പ്രൊഡക്റ്റും എന്ത് ചെയ്യാൻ തുടങ്ങും, സ്റ്റാർട്ട് ഡിമിനിഷിങ്. ബോത്ത് മാർജിൻ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ ഡിമിനിഷിങ് ആണ്. ദെൻ മാർജിൻ പ്രൊഡക്റ്റ് സീറോ ആകുന്നത് എവിടെയാണ്, സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിലാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, മാർജിൻ പ്രൊഡക്റ്റ് സീറോ ആകുന്നു, ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നു. അപ്പം സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിലാണ് ഈ പറയുന്ന ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നു, മാർജിൻ പ്രൊഡക്റ്റ്
സീറോ ആണ്. ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്? ഫോളിംഗ് ആണ്, സ്റ്റിൽ ഫോളിംഗ് ആണ്. ദെൻ തേർഡ് സ്റ്റേജിലേക്ക് വരുന്നു. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടി പി സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിൽ മാക്സിമം ആയിരുന്നു. ഇനി തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ടി പി എന്ത് ചെയ്യാൻ തുടങ്ങും? ഫോൾ ചെയ്യാൻ തുടങ്ങുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് ഫോൾ ചെയ്യാൻ തുടങ്ങുന്നു. അവിടെ മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകാൻ തുടങ്ങുമ്പോഴാണ് ഈ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്? ഫോൾ ചെയ്യുന്നത്. മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നത് തേർഡ് സ്റ്റേജിലാണ്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് ഫോൾ ചെയ്യാൻ തുടങ്ങുന്നത്. ആവറേജ് പ്രൊഡക്റ്റ് സ്റ്റിൽ എന്താണ്? ഡിമിനിഷിംഗ് ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ആവറേജ് പ്രൊഡക്റ്റ് മാർജിൻ പ്രൊഡക്റ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ്. ആവറേജ് പ്രൊഡക്റ്റ് മാർജിൻ പ്രൊഡക്റ്റിനേക്കാളും ഗ്രേറ്റർ ആയിരുന്നു. എ പി ഈസ് ഗ്രേറ്റർ ദാൻ എം പി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്ന എവിടെയാ? സെക്കൻഡ് സ്റ്റേജിലാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. അപ്പൊ 3 സ്റ്റേജിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് ആണ്, മാർജിൻ പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് ആണ്, ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എഫ് എന്ന് പറയുന്ന പോയിന്റിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റിൽ നിന്ന് ഇൻക്രീസിംഗ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് ഈ ഫസ്റ്റ് സ്റ്റേജിലാണ്. അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ഇനി ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ തന്നെയാണ് മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആവുക. അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് ആവുന്നതും ഫസ്റ്റ് സ്റ്റേജിലാണ്. ദെൻ ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം ആവുന്നത് ഫസ്റ്റ് സ്റ്റേജിലാണ്. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ മാർജിൻ പ്രൊഡക്റ്റ് ആണ് എവിടെ? ഈ ഫസ്റ്റ് സ്റ്റേജ് വരിക. സെക്കൻഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്? ഇൻക്രീസിംഗ് ആണ്, ബട്ട് എന്താണ്? ഡിമിനിഷിംഗ് റേറ്റിലാണ് ഇവിടെ സെക്കൻഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുക. മാർജിൻ പ്രൊഡക്റ്റ് ഫോളോ ചെയ്യുന്നു, ആവറേജ് പ്രൊഡക്റ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിൽ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നു. ആ പോയിന്റിലാണ് മാർജിൻ പ്രൊഡക്റ്റ് എന്താകുന്നത്? സീറോ ആകുന്നത്. ദെൻ തേർഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുന്നു, മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നു, ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് നമുക്ക് ഈ ഒരു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ വേരിയബിൾ ഫാക്ടറിന്റെ ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിൻ പ്രൊഡക്റ്റും ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ടോട്ടൽ ഫാക്ടറിനെ നിങ്ങൾ ഇങ്ങനെ കീപ്പ് ഓൺ ഇൻക്രീസിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ എഫിഷ്യൻസി റൈസ് ചെയ്യും. അവിടെ എന്ത് സംഭവിക്കും? അവിടെ കൂടുതൽ പ്രൊഡക്റ്റ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഡിമിനിഷിംഗ് റേറ്റിലായിരിക്കും. ദെൻ തേർഡ് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് ഫോൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ കാണുക. അപ്പൊ ഓരോ സ്റ്റേജിലുള്ള പ്രത്യേകതകളാണ്. ഫസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ ഇൻക്രീസിംഗ് റിട്ടേൺ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ ഇൻക്രീസിംഗ് റിട്ടേൺസ് വിളിക്കുക. കാരണം ഇവിടെ എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. In this stage, total product increases at an increasing rate until it reaches a point of inflection where the slope of the total product curve start declining. The marginal product rises as first, peak at point F, and then start to fall but remain positive. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആദ്യം കണ്ട എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ് ആണ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരെ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ശേഷം അവിടെ എന്ത് സംഭവിക്കും? ഇൻക്രീസിംഗ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ് ആകുന്നു. ആ പോയിന്റിൽ മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നു. ദ ആവറേജ് പ്രൊഡക്റ്റ് റൈസസ് ത്രൂ ഔട്ട് ദ സ്റ്റേജ് 1. ദിസ് സ്റ്റേജ് എൻഡ് അപ്പ് ദി ആവറേജ് പ്രൊഡക്റ്റ് റീച്ചസ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത് എവിടെയാ? എപ്പോഴാണോ ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം എത്തുന്ന ആ പോയിന്റിലാണ് ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത്. ദ ഫിക്സഡ് ഫാക്ടർ ഈസ് എക്സസീവ് റിലേറ്റീവ് ടു ദി വേരിയബിൾ ഫാക്ടർ, ലീഡിംഗ് ടു എ നെഗറ്റീവ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി fixed factor. Hence, this stage is also called the stage of increasing return. അപ്പം ഫസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ ഇൻക്രീസിംഗ് റിട്ടേൺ എന്ന് വിളിക്കുക. സെക്കൻഡ് സ്റ്റേജ് ആണ് ഡിമിനിഷിംഗ് റിട്ടേൺ എന്ന് വിളിക്കുക. The total product continue to increase, but at a diminishing rate reaches its maximum at point H. Both marginal and average product decline, but remain positive. Marginal product becomes zero at the end of this stage, corresponding to the maximum total product. This stage is crucial for the firm because it is the optimal range of production where the firm operates. It is also known as a stage of diminishing return. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിനെയാണ് നമ്മൾ സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. ആദ്യത്തെ എന്താണ്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ആയിരുന്നു. രണ്ടാമത്തെ ഡിമിനിഷിംഗ് റിട്ടേൺ ആണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേജ്. In this stage, the total product start to decline and the margin product become negative. അപ്പോൾ മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നത് കൊണ്ട് ഇതിനെ നെഗറ്റീവ് റിട്ടേൺസ് എന്നാണ് തേർഡ് സ്റ്റേജിനെ നമ്മൾ വിളിക്കുക. ഇപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലാണ്. The marginal product curve goes below the x-axis, indicating that the variable factor is now excessive relative to the fixed factor. This stage is called the stage of negative return.
where adding more labor decreases total output. അപ്പം ഈ തേർഡ് സ്റ്റേജിൽ എന്താ സംഭവിക്കുക, ഇവിടെ നെഗറ്റീവ് റിട്ടേൺസ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുന്നു, മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നു, ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഡിമിനിഷ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് നമുക്ക് ഈ ലോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇൻക്രീസിങ് റിട്ടേൺസ്, ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്, അവിടെ എഫിഷ്യൻസി കൂടുവാണ്, ഇൻക്രീസിങ് എഫിഷ്യൻസി ആണ് ഫസ്റ്റ് സ്റ്റേജ്. അതിൽ എഫിഷ്യൻസിയുടെ ഏറ്റവും ഒപ്റ്റിമൽ റേഞ്ച് എത്തുന്നത് എവിടെയാണ്, സെക്കൻഡ് സ്റ്റേജിലാണ്. കാരണം സെക്കൻഡ് സ്റ്റേജിലാണ് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഇവിടെ എഫിഷ്യൻസി കൂടുന്നുണ്ട്, പക്ഷെ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നില്ല. ഒരു പ്രൊഡ്യൂസറെ അപേക്ഷിച്ച് അയാളുടെ മേജർ ആയിട്ടുള്ള പർപ്പസ് എന്താ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്ന പോയിന്റ് വരെ ആയിരിക്കും അയാളുടെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേജിലാണ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ വരിക. തേർഡ് സ്റ്റേജ് എന്താണ് പറയുക, തേർഡ് സ്റ്റേജ് റിഫ്ലക്ട് ദി ഓവർ യൂസ് ഓഫ് ലേബർ ലീഡിങ് ടു ദി ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് ഔട്ട്പുട്ട്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും, മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്ന തേർഡ് സ്റ്റേജ് ആണ്. അപ്പൊ തേർഡ് സ്റ്റേജിൽ നമ്മുടെ എന്താണ്, നെഗറ്റീവ് റിട്ടേൺസ് ആണ്, അതായത് അത് ഇൻഎഫിഷ്യൻസി ആണ് തേർഡ് സ്റ്റേജിൽ കാണും. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് എഫിഷ്യൻസി ആണ്, സെക്കൻഡ് സ്റ്റേജ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ സ്റ്റേജ് ആണ്, തേർഡ് സ്റ്റേജ് എന്താണ്, ഇൻഎഫിഷ്യൻസി ആണ്. The second stage become the relevant and important stage of production. It means production will not take place in the stage 3 and stage 1. Thus, a rational producer will operate in the stage 2. അപ്പൊ ഒരു സ്റ്റേജ് 2-ലായിരിക്കും ഒരു റാഷണൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് മേജർ ആയിട്ട് ഈ 3 സ്റ്റേജസിനുള്ള റീസൺസ് അല്ലെങ്കിൽ എന്താണ് കോസസ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ്. അപ്പൊ ഇൻക്രീസിംഗ് മാർജിൻ റിട്ടേൺസ് ഓഫ് വേരിയബിൾ ഫാക്ടറിനുള്ള റീസൺസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. The initial increasing margin return to a variable factor, that is labor, in the stage 1 occurred due to 2 main reasons. First one, more efficient utilization of fixed factor. നമുക്കറിയാം നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ചെയ്യുന്ന എന്താ, ഒരു പർട്ടിക്കുലർ ഫാക്ടറിനെ വേരിയബിൾ ആയിട്ടും ബാക്കിയെല്ലാം ഫിക്സഡ് ഫാക്ടറുമായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫിക്സഡ് ഫാക്ടറിനെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എന്താണ്, വേരിയബിൾ ഫാക്ടറിന്റെ എണ്ണം കൂട്ടുമ്പോഴാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്ലാസ് റൂം ഉണ്ടെങ്കിൽ ആ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടർ ആണ്. അവിടെ ഏതാണ് നിങ്ങൾ കുട്ടികളെ ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്തായാലും ആ ക്ലാസ് റൂമിൽ പഠിപ്പിക്കാൻ വേണം. അപ്പൊ അവിടെ ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എങ്ങനെയാണ്, കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ നല്ലത്. അപ്പം ഇവിടെ ഈ ഫിക്സഡ് ഫാക്ടറിനെ മോർ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസേഷൻ എപ്പോൾ സാധിക്കും, ഈ വേരിയബിൾ ഫാക്ടറിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സാധിക്കും. At the start, the fixed factor is abundant related to the variable factor. When more unit of the variable factor are added, the fixed factor is used more intensively and efficiently. This lead to a rapid increase in the output. അപ്പം ഈ increasing margin returns of the വേരിയബിൾ ഫാക്ടറിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ വേരിയബിൾ ഫാക്ടറിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് മോർ എഫിഷ്യന്റ് ആയിട്ട് ഫിക്സഡ് ഫാക്ടറിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന. പലപ്പോഴും ഈ ഇൻഡിസിബിലിറ്റീസ് ആണ് ഇതിന് കാരണമാകുന്നത്. അപ്പൊ ഇൻഡിസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ, നമുക്ക് ചില കാര്യങ്ങൾ ചില ഫാക്ടേഴ്സിനെ ഒരു മിനിമം പോയിന്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ ബുക്കൊക്കെ പ്രിന്റ് ചെയ്യാൻ നടക്കുന്ന പ്രസ്സിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പ്രിന്റിങ്ങിന് കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, മിനിമം ഇത്ര കോപ്പി ഉണ്ടെങ്കിൽ ഇത്രയാണ് പൈസ, ഇനി ഇതനുസരിച്ച് കോപ്പി കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കുറച്ച് കിട്ടുമെന്ന് പറയും. അതായത് ആ ഒരു മെഷീന് മിനിമം പ്രിന്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു മിനിമം പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്ന ഇത്ര കോപ്പി ഉണ്ടെങ്കിൽ മിനിമം പ്രിന്റ് ചെയ്യത്തുള്ളൂ എന്ന് പറയും. അപ്പൊ അതിന്റെ ആ ഇൻഡിസിബിലിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. അതായത് ആ മിനിമം എമൗണ്ട് അത് യൂസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മിനിമം എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനെയാണ് ഇൻഡിസിബിലിറ്റി എന്ന് വിളിക്കുക. നമുക്ക് എന്താ പാർട്സ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. ഒരു മിനിമം, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മെഷീൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 യൂണിറ്റ് അതിന് മിനിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 1-2 പറ്റില്ല, മിനിമം 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനെയാണ് ഇൻഡിസിബിലിറ്റി എന്ന് വിളിക്കുക. The indivisibility of the fixed factor also contribute to this. A minimum amount of the fixed factor must be employed due to technological requirement, and when more of the variable factor is added, output increases due to fuller utilization. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഒരു പർട്ടിക്കുലർ മെഷീൻ എന്ത് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെഷീൻ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻഡിസിബിലിറ്റി എന്ന് വിളിക്കുക. ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ദി വേരിയബിൾ ഫാക്ടർ. അപ്പൊ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് വേരിയബിൾ ഫാക്ടറിന്റെ എഫിഷ്യൻസി കൂടുമ്പോഴാണ്. ആദ്യത്തെ ഫിക്സഡ് ഫാക്ടറിനെ എഫിഷ്യൻലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇൻഡിസിബിലിറ്റി ഓഫ് ഫിക്സഡ് ഫാക്ടർ ആണ്. രണ്ടാമത്തെ എന്താണ്,
ഈ വേരിയബിൾ ഫാക്ടർ കൂടുന്നതനുസരിച്ച് ഈ വേരിയബിൾ ഫാക്ടറിന്റെ എഫിഷ്യൻസി കൂടുന്നു. അതായത് നമുക്കറിയാം കൂടുതൽ ലേബേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ അവിടെ സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബറും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ കൂടുതൽ നന്നായിട്ട് ഇതിനെ മാനേജ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കുന്നത് എന്താണ്, ഈ ഒരു ഫസ്റ്റ് ഇൻക്രീസിംഗ് റിട്ടേൺസിന് കാരണമാവുന്നു. As the variable factor increases, the efficiency of the labor itself improve. This is due to the introduction of the specialization and division of the labor, which allow the worker to focus on specific tasks, increasing overall productivity. The more labor added, the greater the scope of specialization, leading to higher level of efficiency and output. അപ്പം ഈ വേരിയബിൾ ഫാക്ടറിന്റെയും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇൻക്രീസിംഗ് റിട്ടേൺ. അപ്പൊ രണ്ട് റീസൺസ് ആണ് ഇൻക്രീസിംഗ് റിട്ടേൺസിന്. ഒന്ന് ഫിക്സഡ് ഫാക്ടറിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ. രണ്ട് വേരിയബിൾ ഫാക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ ഫാക്ടറിനെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേജിനുള്ള റീസൺ ആണ് പറയുന്നത് ഏതാണ്, ഡിമിനിഷിംഗ് റിട്ടേൺസിനുള്ള റീസൺ. ഫസ്റ്റ് വൺ സ്കേർസിറ്റി ഓഫ് ഫിക്സഡ് ഫാക്ടർ ആണ്. Diminishing marginal return occur after a fixed factor become inadequate related to the increasing variable factor. When additional unit of the variable factor are added, their productivity decreases because there is less of the fixed factor to work with. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഫിക്സഡ് ഫാക്ടറിനെ ഇനിഷ്യലി ഫിക്സഡ് ആയിട്ടാണ് വെക്കുന്നത്, വേരിയബിൾ ഫാക്ടറിനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ഈ വേരിയബിൾ ഫാക്ടറിനെ അപേക്ഷിച്ച് ഫിക്സഡ് ഫാക്ടർ എന്താകുന്നു, ഇന്നാഡിക്വേറ്റ് ആകുന്നു, അതല്ലെങ്കിൽ മതിയാകാതെ വരുന്നു. അതായത് ഈ വേരിയബിൾ ഫാക്ടർ കീപ്പ് ഓൺ ഇൻക്രീസിംഗ് ആണ്. അപ്പൊ ഇൻക്രീസ് ചെയ്ത് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞു ഇൻക്രീസിംഗ് റിട്ടേൺസ് വരും. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും, ഇത് എക്സോസ്റ്റഡ് ആകാൻ തുടങ്ങും, ഫിക്സഡ് ഫാക്ടർ എക്സോസ്റ്റഡ് ആകാൻ തുടങ്ങും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിമിനിഷിംഗ് റിട്ടേൺ എന്ന് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് റൂം ആണെങ്കിൽ അവിടെ ഒരു 50 പിള്ളേരെ പഠിപ്പിക്കാൻ ഒരു സാറ് മതി. 100 പേരോ 200 പേരോ ആവുമ്പോഴത്തേനും എന്ത് സംഭവിക്കും, ആ ഒരു സാറ് മതിയാകാതെ വരും അല്ലെ. അപ്പം ഇവിടെ എന്താണ് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താണ് ആ ഫിക്സഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാൻ പവർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഫിക്സഡ് ആയിട്ട് കൺസിഡർ ചെയ്തത് ലേബറിനെയാണ്. പക്ഷെ ഇവിടെ യൂഷ്വലി എക്സാമ്പിളിൽ ലേബർ എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ഒരുപാടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫിക്സഡ് ഫാക്ടർ എക്സോസ്റ്റഡ് ആവും. Initially, the variable factor benefit from the abundance of the fixed factor, but after a point, the fixed factor becomes scarce, and further addition to the variable factor result in decline the marginal productivity. അപ്പൊ ഇങ്ങനെ അഡീഷൻ കൊണ്ടുവരുമ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു. സെക്കൻഡ് റീസൺ എന്താണ്, ഇൻഡിസിബിലിറ്റി ഓഫ് ദി ഫിക്സഡ് ഫാക്ടർ. അപ്പൊ ഈ ഫിക്സഡ് ഫാക്ടറിന്റെ ഇൻഡിസിബിലിറ്റി ആണ് രണ്ടാമത്തെ റീസൺ. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ ഇൻഡിസിബിലിറ്റി നല്ലതായിരുന്നു, സെക്കൻഡ് സ്റ്റേജിൽ ഇൻഡിസിബിലിറ്റി പ്രശ്നമാവുന്നു. The fixed factor is often indivisible, meaning that a minimum amount of it must be employed regardless of the output. In the beginning, this fixed factor is underutilized, leading to increasing return as more of the variable factor is added. However, once the optimum operation of the variable factor is reached, any further increase in the variable factor disturb its proportion, leading to diminishing marginal റിട്ടേൺസ്. അപ്പൊ ഒരു ഒപ്റ്റിമൽ പോയിന്റ് കഴിയുമ്പോൾ അവിടെ എന്താണ് ഈ ഇൻഡിസിബിലിറ്റി പ്രശ്നമാകാൻ തുടങ്ങും. ഇനി ഈ ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസിനുള്ള തേർഡ് റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഇംപെർഫെക്റ്റ് ഡിവിസിബിലിറ്റി ഓഫ് ഇൻപുട്സ് ആണ്. അപ്പൊ നമ്മളിവിടെ കാണുന്നത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊപ്പോർഷന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിക്സഡ് ഫാക്ടറും വേരിയബിൾ ഫാക്ടറും തമ്മിലുള്ള ഈ ഒരു പ്രൊപ്പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. ഈ പ്രൊപ്പോർഷൻ വേരി ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ ഈ ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺ വരില്ലായിരുന്നു. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If the factors of production were perfectly divisible, the diminishing marginal returns would not occur because the optimum proportion of factors could be maintained throughout the production. However, in reality, factors are not perfectly divisible, which lead to inefficiency as the production of variable to fixed factors changes. അപ്പൊ ഇവിടെ ഈ ഇംപെർഫെക്റ്റ് ഡിവിസിബിലിറ്റി ഓഫ് ഇൻപുട്സ് എന്ന് പറയുന്നത് ഈ ഡിമിനിഷിംഗ് മാർജിൻ റിട്ടേൺസിന് ഒരു റീസൺ ആണ്. കാരണം ഇവിടെ ഫിക്സഡ് ഫാക്ടറിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്, വേരിയബിൾ ഫാക്ടർ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. നാലാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ആണ്. നമ്മളിവിടെ ഈ വേരിയബിൾ ഫാക്ടറിനെ റൈസ് ചെയ്ത് നമ്മൾ അവിടെ ആക്ച്വലി ചെയ്യുന്നത് എന്താ, ഫിക്സഡ് ഫാക്ടറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേരിയബിൾ ഫാക്ടറിനെയാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പം പലപ്പോഴും ഈ രണ്ട് ഫാക്ടേഴ്സും തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഇംപെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഒരു സർട്ടൻ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരു പരിധി കഴിയുമ്പം ഈ ഫിക്സഡ് ഫാക്ടറിന് പകരമായിട്ട് വേരിയബിൾ ഫാക്ടറിനെ യൂസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് അവിടെ ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ഉണ്ടാകുന്നതാണ് പറയുക.
John Robinson further explained the diminishing returns occur because factors of production are imperfect substitute for one another. When the fixed factor becomes scarce, its deficiency cannot be fully compensated by increasing the variable factor as they are not perfect substitutes. The law of diminishing returns implies that there is a limit to how much one factor can be substituted for another, meaning the elasticity of substitution between factors is not infinite. അപ്പം ഇവിടെ എന്താണ്, ഒരു പരിധി കൂടുതൽ നമുക്ക് ഈ ഫിക്സഡ് ഫാക്ടറിന് പകരമായിട്ട് വേരിയബിൾ ഫാക്ടറിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അപ്പം ഇതും റീസൺ ആണ്. ഇങ്ങനെ 4 റീസൺസ് ആണ് ഈ ഡിമിനിഷിംഗ് റിട്ടേൺസിനുള്ളത്. ഒന്ന് സ്കേഴ്സിറ്റി ഓഫ് ഫിക്സഡ് ഫാക്ടർ ആണ്, 2 ഇൻഡിസിബിലിറ്റി ഓഫ് ഫിക്സഡ് ഫാക്ടർ ആണ്, 3 ഇംപെർഫെക്റ്റ് ഡിസിബിലിറ്റി ഓഫ് ഇൻപുട്സ് ആണ്, 4 ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഇങ്ങനെ 4 റീസൺസ് ആണ് ഈ ഡിമിനിഷിംഗ് റിട്ടേൺസിന് വരെ. ഇനി അവസാനമായിട്ട് നമുക്ക് കാണേണ്ടത് ഈ നെഗറ്റീവ് മാർജിൻ റിട്ടേൺസിനുള്ള റീസൺസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതെന്താണ് കാരണങ്ങൾ വരിക എന്നുള്ളത് കാണാം. The phenomena of negative margin return occur when increasing the quantity of variable factor while keeping the fixed factor constant, eventually leading to a decline in the total output. This happens because the variable factor becomes excessive relative to the fixed factor, causing inefficiencies and disruptions. Essentially, the variable inputs start to interfere with each other, lowering overall productivity. അപ്പം ഇവിടെ എന്താണ്, ഈ വേരിയബിൾ ഫാക്ടർ ഈ ഫിക്സഡ് ഫാക്ടറിനെ അപേക്ഷിച്ച് എക്സസീവ് ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഇൻഎഫിഷ്യൻസീസും ഡിസ്റപ്ഷൻസും ഉണ്ടാവും. അതായത് ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ഫാക്ടറിന്റെ എഫിഷ്യൻസി, ഒരുപാട് വേരിയബിൾ ഫാക്ടർ ആകുമ്പോൾ ഈ ഫിക്സഡ് ഫാക്ടറിനെ നമ്മൾ ഒരു പരിധി കൂടുതൽ അതിനെ ഓവർ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുമൂലം അവിടെ എന്താണ്, അവിടെ ഈ നെഗറ്റീവ് മാർജിൻ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരുപാട് പാചകക്കാര് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ നോക്കി അത് കൊളാവും എന്നുള്ള അർത്ഥം അല്ലെ. ഒരു പർട്ടിക്കുലർ കാര്യം ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതില് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഈ നെഗറ്റീവ് മാർജിൻ റിട്ടേൺസിന് ഉണ്ടാകുന്ന റീസൺ എന്ന് പറയുന്നത്. അതായത് ഒരുപാടാകുന്നു, എക്സസീവ് ആവുന്നു വേരിയബിൾ ഫാക്ടറിന്. അറ്റ് ദി സ്റ്റേജ് റെഡ്യൂസിംഗ് ദി വേരിയബിൾ ഫാക്ടർ ക്യാൻ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ വേരിയബിൾ ഫാക്ടറിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ വേരിയബിൾ ഫാക്ടറിന് കൂടുന്നതനുസരിച്ച് അവിടെ ഈ ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് തേർഡ് സ്റ്റേജ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ 3 സ്റ്റേജിന്റെ റീസൺസ് നമ്മൾ കണ്ടു. അപ്പൊ നമുക്കിനി ഈ 3 സ്റ്റേജിലും ഉള്ള കുറച്ച് മേജർ പോയിന്റ്സുകളാണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റൻ ഒന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് വേരിയബിൾ ഇൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈസ് വെയർ TP start declining because MP is negative, TP stop increasing at a increasing rate and start increasing at a decreasing rate, MP is decreasing and TP is increasing at a increasing rate, MP is increasing and TP is increasing at a increasing rate. അപ്പം point of inflection എവിടെയാണ്? ഫസ്റ്റ് വൺ, TP start declining because MP is negative. അതേതാണ്? സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3-ലല്ലേ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്, അത് സ്റ്റേജ് 1 അല്ല. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ സ്റ്റേജ് 1-ലാണ്. TP stop increasing at a increasing rate and start increasing at a decreasing rate. കറക്റ്റ് ആണ്. സ്റ്റേജ് 1-ലാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്. നമ്മൾ നേരത്തെ കണ്ട എഫ് എന്ന് പറയുന്ന പോയിന്റിലെ ആ പോയിന്റിനെ അല്ലേ നമ്മൾ ഇത് പറയാ, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റിൽ നിന്ന് ഇൻക്രീസിംഗ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ അത് റൈറ്റ് ആണ്. ഇനി MP ഈസ് ഡിക്രീസിംഗ് ആൻഡ് TP ഈസ് ഇൻക്രീസിംഗ് അറ്റ് എ ഇൻക്രീസിംഗ് റേറ്റ്. അത് എവിടെ തന്നെയാണ് വരുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ്. പക്ഷെ അതിനെയല്ല നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ MP എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. അതുപോലെ തന്നെ TP ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റിൽ നിന്ന് ഇൻക്രീസിംഗ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ലാസ്റ്റ് വൺ, MP ഈസ് ഇൻക്രീസിംഗ് ആൻഡ് TP ഈസ് ഇൻക്രീസിംഗ് അറ്റ് എ ഇൻക്രീസിംഗ് റേറ്റ്. MP ഇൻക്രീസ് ചെയ്യുന്നത് എവിടെയാണ്? ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ്. അതും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ്. പക്ഷെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താ? TP ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റിൽ നിന്ന് ഇൻക്രീസിംഗ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. ആ പോയിന്റിലായിരിക്കും മാർജിൻ പ്രൊഡക്റ്റ് മാക്സിമം ആയിരിക്കും. അപ്പൊ പോയിന്റ് ഈ ഒരു പർട്ടിക്കുലർ എഫ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് മാർജിൻ പ്രൊഡക്റ്റ് ഇൻക്രീസസ്, മാർജിൻ പ്രൊഡക്റ്റ് ഡിക്രീസസ്, മാർജിൻ പ്രൊഡക്റ്റ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം, മാർജിൻ പ്രൊഡക്റ്റ് ബിക്കം 0. അപ്പൊ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ
മാർജിനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ് മാർജിനൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്നത്. അതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഇൻ ദ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ a rational producer would choose to produce at a stage and the point in which stage 1 where MP and AP rises, stage 2 where MP and AP diminishing but positive, stage 3 where MP and AP are negative, stage 2 where AP fall and MP rises ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് ഒരു റാഷണൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാ? സ്റ്റേജ് 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. അപ്പൊ അതുകൊണ്ട് സ്റ്റേജ് 2 ഓപ്ഷൻസ് എടുത്താൽ മതി. സ്റ്റേജ് 2 ഓപ്ഷൻസ് ഏതാ? ബി ഉണ്ട്, ഡി ഉണ്ട്. ബിയിൽ എന്താ പറയുന്നത്? സ്റ്റേജ് 2 വേർ എം പി ആൻഡ് എ പി ഡിമിനിഷിങ് ബട്ട് പോസിറ്റീവ്. ശരിയാ, സ്റ്റേജ് 2 അത് കറക്റ്റ് ആണ്. ഡിയിൽ എന്താ പറയുന്നത്? സ്റ്റേജ് 2 വേർ എ പി ഫോൾസ് ആൻഡ് എം പി റൈസസ്. അല്ല, ഒരിക്കലും സ്റ്റേജ് 2 എം പി എന്തല്ല, റൈസ് ചെയ്യും അല്ല. സ്റ്റേജ് 2 എം പിയും എ പിയും ഫോൾ ചെയ്യുവാണ്. സ്റ്റേജ് 2 എൻഡില് എം പി എന്താണ്? 0 ആകുന്നുണ്ട് അല്ലെ. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് വൺ, കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇൻപുട്ട് റേഷ്യോ റിമെയിൻ അൺചേഞ്ച്. Ultimately, the marginal and average product of variable input become negative. Effect of technological change is visible on the output. Choose the correct answer from the code given below. അപ്പൊ ഇവിടെ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻപുട്ട് റേഷ്യോ റിമെയിൻ അൺചേഞ്ച്ഡ് ആണോ? അല്ല, ഇൻപുട്ട് റേഷ്യോ ചേഞ്ച് ചെയ്യും. അതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അത് തെറ്റാണ്. അപ്പം അത് എടുക്കണ്ട. രണ്ടാമത്തെ, അൾട്ടിമേറ്റ്ലി മാർജിനൽ ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ബിക്കം നെഗറ്റീവ്. അല്ല, ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല, മാർജിൻ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നത്. അതും തെറ്റാണ്. എഫക്ട് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ച് ഈസ് വിസിബിൾ ഓൺ ഔട്ട്പുട്ട്. അല്ലെ, ടെക്നോളജിക്കൽ ചേഞ്ചിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതും തെറ്റാണ്. 3 തെറ്റാണ്. അപ്പൊ റൈറ്റ് ആൻസർ നൺ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇവിടെ കൊണ്ട് നമ്മൾ കഴിയുകയാണ്. അപ്പൊ ഷോർട്ട് റൺ പ്രൊഡക്ഷനിലെ ഫംഗ്ഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഏകദേശം 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇത് കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള സെഷൻസ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നെറ്റ്, സെറ്റ്, അതുപോലെ തന്നെ CUET പോലുള്ള എക്സാംസിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴത്തെ നമ്പറിൽ. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. താങ്ക് യു.